ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ കാണുന്ന കേക്കുകളുടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ടിപ്സും ട്രിക്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ടബിലുള്ള ഒരു കേക്കാണ് ചെയ്യാനുണ്ട്. ഒരു മിൽക്ക് കേക്ക് ആണ് കേട്ടോ. നമ്മുടെ ഡ്രീം കേക്കിന്റെ ടിന്നില്ലേ, അതിലാണ് ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വാനില സ്പഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ സിറപ്പിനകത്ത് കുറച്ച് മിൽക്കും അതുപോലെ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ക്രീം വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് ഗനാഷും പിന്നെ അതുപോലെ നമ്മുടെ കുറച്ച് നട്ട്സും ചോക്കോ ചിപ്സും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ ഒരു കേക്കിന്റെ പരിപാടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ടോൾ കേക്ക് ആയിരുന്നു. 2 kg ആണ് ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത്. ഫ്ലേവർ വന്നിട്ട് വാനില ആയിരുന്നു. ടിൻ സൈസ് വന്നിട്ട് 6 ഇഞ്ച് ആയിരുന്നു. അതിൽ നമ്മൾ ബേക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തതാണ്. ഈ ടോൾ കേക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരാം. മിക്ക ആൾക്കാർക്കും ഈ ഭയങ്കര ടോളായിട്ടുള്ള കേക്കുകൾ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അത് ചരിഞ്ഞു പോകും, അതല്ലെങ്കിൽ ഇത് ഫിനിഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ നല്ല ടോളായിട്ടുള്ള കേക്കുകളാണെങ്കിൽ നമ്മൾ ക്രം കോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് രണ്ടായിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു 1 kg ഒരു ബേസിലും അടുത്ത 1 kg വേറൊരു ബേസിലും ക്രം കോട്ട് ചെയ്യും. എന്നിട്ട് ഇത് നല്ല രീതിയിൽ സെറ്റായതിനു ശേഷം മാത്രമാണ് ഒരെണ്ണത്തിൻ്റെ മേലെ അടുത്തത് പ്ലേസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡാമേജ് ഇഷ്യൂ കുറവായിരിക്കും കേട്ടോ. മറ്റേ രീതിക്ക് നമ്മൾ ചെയ്യുമ്പോൾ താഴെ എങ്ങാനും കുറച്ച് വെറ്റ്നസ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് ഫുള്ള് ചരിഞ്ഞു പോകും. പിന്നെ അതുപോലെ നമ്മുടെ ലെയേഴ്സൊക്കെ പുറത്തേക്ക് വരാനുള്ള ചാൻസും ഭയങ്കര കൂടുതൽ. ഒരുപാട് ടോളായിട്ടുള്ള കേക്കുകൾ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. നല്ലപോലെ സെറ്റായി കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ എടുത്ത് വെക്കുമ്പോൾ കേക്ക് നല്ല സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് കുറച്ച് സ്റ്റിക്കൊക്കെ കുത്തി കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. കേക്ക് ഫിനിഷ് ചെയ്യുന്നതാണെങ്കിൽ സെക്കൻഡ് കോട്ട് കൊടുത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയതിന് ശേഷം ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ടോൾ കേക്കിന് ഫൈനൽ കോട്ട് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആക്കാൻ വെച്ചേക്കുവാണ്. ആ ഒരു ടൈമിൽ നമുക്കൊരു നോർമൽ സ്ക്വയർ കേക്ക് ഉണ്ടായിരുന്നു, അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ആയിരുന്നു കേട്ടോ. ഞാൻ സാധാരണ രീതിക്ക് നമ്മുടെ നോർമൽ കേക്കുകളൊക്കെ അതൊക്കെ ക്രം കോട്ടിങ് കഴിഞ്ഞ് ഡയറക്റ്റ് ഫിനിഷ് ചെയ്യുവാണ് ചെയ്യാറ്. പക്ഷേ നമ്മുടെ ഈ ഫസ്റ്റ് ബർത്ത്ഡേ കേക്കുകൾ അതേപോലെ തീം കേക്കുകളൊക്കെ സെക്കൻഡ് കോട്ട് കൂടെ കൊടുത്തതിന് ശേഷമാണ് ഫിനിഷ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്കിൻ്റെ സെക്കൻഡ് കോട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് വാഞ്ചോ ആയിരുന്നു. 7ഉം 5ലുമാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുന്നതിന് മുന്നേ അതും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു സമയത്ത് നമ്മളുടെ നേരത്തെ ചെയ്ത് വെച്ച ടോൾ കേക്ക് ഉണ്ടല്ലോ, അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുവാണ്. കസ്റ്റമർ റെഫറൻസ് നമുക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു രീതിക്കാണ് കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ബോട്ടം പോർഷനിൽ ഒരു പിങ്ക് കളർ കൊടുത്തൊന്ന് സ്ക്രാപ്പർ വെച്ചൊന്ന് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചുള്ള ഡ്രിപ്പിംഗ് ഡിസൈൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം, 1:2 ആണ് കേട്ടോ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ വരിക. ആ ഒരു രീതിയിൽ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഡ്രിപ്പിംഗ്സ് ഡിസൈൻസ് കൊടുക്കാൻ പറ്റും. അതിന് മേലെ ഇതേപോലെ നോസിൽ വർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും കൂടെ കുത്തിയിട്ട് നമ്മൾ ആ കേക്കിൻ്റെ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ആയിരുന്നു കേട്ടോ. ഇത് ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. കസ്റ്റമറുടെ കുട്ടീൻ്റെ ഡ്രസ്സിൻ്റെ കളറിലാണ് കേട്ടോ കേക്ക് ചെയ്യുന്നത്. എക്സാക്റ്റ് കളറല്ല, അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. മിക്ക കസ്റ്റമേഴ്സും ഈ ഡാർക്ക് കളേഴ്സൊക്കെയാണ് കേക്കിൽ പറയുക. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരുപാട് ഡാർക്ക് കളറുകൾ കേക്കിൽ കൊടുക്കാതിരിക്കുന്നതാണ്. വേറൊന്നും കൊണ്ടല്ല, ബിറ്റർ ടേസ്റ്റ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് കളർ ആഡ് ചെയ്യുന്ന കേക്കുകൾ കഴിക്കുന്നതും അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ നമ്മൾ ആ 2 കേക്കുകളും നല്ല രീതിക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് നല്ല രീതിയിൽ ഷാർപ്പ് എഡ്ജസ് ആക്കി എടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ മേലെ നമ്മൾ അടുത്ത കേക്ക് എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള 2 ടയർ കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ട്രാവൽ ചെയ്യാനുള്ള കേക്കുകളാണെങ്കിൽ എന്തായാലും നമ്മൾ സ്റ്റിക്കുകൾ കുത്തി കൊടുക്കണം. അതൊരു സേഫ്റ്റിയാണ്. അങ്ങനെ നമ്മൾ സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ടോപ്പിലത്തെ ടയർ എടുത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതും ഒന്ന് സേഫ് ആക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കസ്റ്റമൈസ്ഡ് ടോപ്പർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ കസ്റ്റമൈസ്ഡ് ടോപ്പർ എവിടെയാണ് ചെയ്യിക്കുന്നതെന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ളൊരു നിയർ ബൈ ഷോപ്പിലാണിത് ചെയ്യിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കുട്ടീൻ്റെ പേര് ഇസ എന്നായിരുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇസ എന്നുള്ളത് ചെയ്യിച്ചെടുത്ത് അത് വെക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും കൂടെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനാണ്. ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. കേക്കിൻ്റെ പരിപാടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കപ്പ് കേക്ക്സും കൂടെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതും നമ്മൾ ആ ഒരു കളറിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു സ്ക്വയർ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. ഇത് ഓൾറെഡി കസ്റ്റമർ നമുക്ക് റെഫറൻസ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയ കളർ ചേഞ്ച് ആണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റൊസറ്റ നോസിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്സിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൈപ്പിംഗ് ടെക്നിക്ക് കൊടുത്തിട്ട് അതും ഒന്ന് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ.